യുഎഇയിൽ നിന്ന് 1 month വെക്കേഷൻ നാട്ടിൽ വന്നൊരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകാനായ സമയത്ത് അർജന്റായിട്ട് ഒരു കൗൺസിലിംഗ് വന്ന് തമ്മിൽ വന്ന് കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരു യാത്ര ഉണ്ടായിരുന്നു അവർക്ക്, ഫാമിലിയൊക്കെ ആയിട്ട് മക്കളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. ആ യാത്രയുടെ ഒരു അവസാനത്തിൽ ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് നടന്നു. അവർ തമ്മിൽ സംസാരത്തിൽ ചെറിയൊരു പ്രശ്നമാകും, പക്ഷെ അത് ട്രിഗർ ചെയ്ത് വലിയൊരു സംഭവമായി മാറി. ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ അന്നപ്പം തന്നെ നല്ലൊരു അടിയായിട്ട് കൊടുത്ത് ഹസ്ബൻഡ് വൈഫിന്. നമുക്കൊക്കെ ചുവന്ന് കൊടുത്തത് നല്ല സ്വെല്ലിംഗ് ആയിട്ട് ആൾ വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു തെക്കായി കിടക്കുക റിലേഷൻഷിപ്പ്. എന്താ അവിടെ ഒരു മുമ്പോട്ടുള്ള ആ ഒരു രണ്ടാണ് സ്പ്ലിറ്റ്, 2 ഭാഗത്താണ്, 2 ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ഈ ഒരു 1 monthന്റെ ആ ഒരു എൻജോയ്മെന്റും ഹാപ്പിനെസ് കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചു. പിന്നെ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് പോസ് ചെയ്തിട്ട് എന്താണ് റിയാക്ട് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം ഒന്ന് ആലോചിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യാൻ നമ്മൾ പഠിക്കുക. സാധാരണ നമ്മൾ യാത്രകൾ ചെയ്യുന്നത് ബോണ്ടിങ് ഒന്ന് കൂടാനും ഇൻറ്റിമസിയിലെ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രകൾ ഏറ്റവും നല്ല മെമ്മറീസ് നമുക്ക് കിട്ടാനും നല്ല ഹാപ്പിനെസ് മൊമെൻറ്റ്സ് നമ്മളെ മനസ്സിലും ഹൃദയത്തിലൊക്കെ ഉണ്ടായിരിക്കാൻ നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് വേണം ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ.